കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാതയിലേക്ക് വീരമലക്കുന്ന് ഇടിഞ്ഞു വീണു. പാറക്കല്ലുകളും മരങ്ങളും ഉൾപ്പെടെയാണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. അപകട സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും യാത്രക്കാർ രക്ഷപ്പെട്ടു. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. വാഹനങ്ങൾ കോട്ടപ്പുറം വഴി തിരിച്ചുവിടുകയാണ്. ഷിരൂരിലേതിന് സമാനമായ മണ്ണിടിച്ചിൽ. ദേശീയപാത 66-ലെ 3-ാം റീച്ചിൽപ്പെട്ട ഭാഗത്താണ് വീരമലക്കുന്ന് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. പാറക്കല്ലുകളും മരങ്ങളും ഉൾപ്പെടെ ദേശീയപാതയിലേക്ക് പതിച്ചു. ഈ സമയം ബസ്സും കാറും ഇരുചക്രവാഹനങ്ങളും റോഡിലുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് സ്വദേശിനി സിന്ധു രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ഞാൻ പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്നുണ്ട് ഇടിഞ്ഞു വരുന്നത്. അപ്പം ഞാൻ ബാക്കോട്ട് നിന്ന് എടുക്കാൻ നോക്കിയപ്പം ആവൂല, എന്തായാലും വീഴും. ഞാൻ റൈറ്റിലേക്ക് കുറേ മാക്സിമം റൈറ്റിലേക്ക് പോകാൻ നോക്കി. അപ്പോഴത്തേക്ക് തന്നെ വണ്ടിയും മണ്ണും കൂടി നീങ്ങിപ്പോയിനെ. വീരമലക്കുന്നിന്റെ ഒരു ഭാഗം പൂർണ്ണമായും റോഡിലേക്ക് പതിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ നീലേശ്വരത്തു നിന്ന് കോട്ടപ്പുറം വഴി തിരിച്ചുവിട്ടു. ചെന്നൈയിൽ നിന്നെത്തിയ NDRFന്റെ 30-അംഗ സംഘം രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തുണ്ട്. ഫയർഫോഴ്സും പോലീസും സംയുക്തമായാണ് മണ്ണു നീക്കുന്നത്. അപകട സാധ്യതാ മേഖലയാണെന്നും സുരക്ഷയൊരുക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. ആ റിപ്പോർട്ട് നമ്മൾ NHAക്ക് അയച്ചു കൊടുത്തു. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. ഇത് വളരെ അപകട മേഖലയാണ്. നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ട്രാഫിക് ഡയവേർഷൻ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടി. ഗതാഗതം ഉടൻ പുനഃസ്ഥാപിക്കാനും നിർദ്ദേശം നൽകി. 24 കാസർഗോഡ്.